തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ വീറും വാശിയും നിറഞ്ഞ് തിരുവനന്തപുരം നഗരസഭാ തെരഞ്ഞെടുപ്പ്. 3 മുന്നണികൾക്കും ഇത് അഭിമാന പോരാട്ടം. 3 പതിറ്റാണ്ടിന്റെ ഭരണ തുടർച്ച നിലനിർത്താൻ ഉറച്ച് ഇടതുപക്ഷം, അധികാരം പിടിച്ചെടുക്കാൻ ഉറച്ച് UDFും NDAയും. തിരുവനന്തപുരം നഗരസഭ കേരളത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായി മാറുന്നു. അതിശക്തമായ ത്രികോണ മത്സരത്തിനാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഒരുങ്ങുന്നത്. തലസ്ഥാന നഗരത്തിന്റെ ഭരണ സാരഥ്യം സ്വന്തമാക്കാനുള്ള മുന്നൊരുക്കങ്ങളുമായി 3 മുന്നണികളും അണിയറ പ്രവർത്തനങ്ങൾ ശക്തമാക്കുകയുമാണ്. കഴിഞ്ഞ തവണ നേടിയ ഉജ്ജ്വല വിജയം ഇത്തവണയും ആവർത്തിക്കാനുള്ള നീക്കങ്ങളിലാണ് ഇടതുമുന്നണി നേതൃത്വം. അതേസമയം ഇത്തവണ അധികാരം പിടിച്ചെടുത്തേ മതിയാകൂ എന്ന വാശിയോടെയാണ് UDF നേതൃത്വം നേരത്തെ തന്നെ പ്രചരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടത്തിയ മികച്ച പ്രകടനങ്ങൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും തുണയായി മാറുമെന്ന ആത്മവിശ്വാസമാണ് BJP നേതൃത്വത്തെ നയിക്കുന്നത്. ഈ ഘടകങ്ങൾ ഒത്തുചേർന്നാണ് അതിശക്ത ത്രികോണ പോരാട്ടത്തിന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ കേളികെട്ടുയരുന്നത്. തലസ്ഥാന നഗരത്തിൽ നിന്നും കഴിഞ്ഞ കുറച്ചു കാലമായി ശക്തമായ തിരിച്ചടിയാണ് കോൺഗ്രസ് നേതൃത്വത്തിന് നേരിടേണ്ടി വന്നത്. ഒരു കാലത്ത് തങ്ങളുടെ ശക്തി കേന്ദ്രമായിരുന്ന പലയിടങ്ങളിലും BJP കൈവരിച്ച ആധിപത്യം UDF നേതൃത്വത്തെ ഞെട്ടിച്ചിട്ടുണ്ടെന്നതാണ് യാഥാർത്ഥ്യം. 2010-ൽ 42 വാർഡിൽ വിജയിച്ച UDF 2020-ലെ തിരഞ്ഞെടുപ്പിൽ വെറും 10 സീറ്റുകളിലേക്ക് ചുരുങ്ങുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇക്കുറി തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കുക എന്നത് കോൺഗ്രസിന്റെ അഭിമാന ലക്ഷ്യം കൂടിയാണ്. ആ ദൗത്യമാണിപ്പോൾ K മുരളീധരൻ ഏറ്റെടുത്തിരിക്കുന്നത്. ഇതിനോടകം 101 വാർഡുകളിലും ആദ്യഘട്ട പ്രചരണത്തിനായി മുരളീധരൻ തന്നെ നേരിട്ടിറങ്ങിക്കഴിഞ്ഞിട്ടുമുണ്ട്. ഇത് UDF കേന്ദ്രങ്ങളിൽ വലിയ ആത്മവിശ്വാസമാണ് പകർന്നിട്ടുള്ളത്. മുൻ MLA ആയ KS ശബരിനാഥിനെ മേയർ സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ചുകൊണ്ട് UDF രംഗത്തെത്തിയത് തന്നെ ഒരു കൈ നോക്കാമെന്ന ആത്മവിശ്വാസത്തോടെ തന്നെയാണ്. ശബരിനാഥിനെ പോലെ യുവനിരയിലെ ശ്രദ്ധേയനായ നേതാവിനെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിപ്പിക്കുന്നതിന് പകരം കോർപ്പറേഷനിൽ പോരാട്ടത്തിനിറക്കിയത് തന്നെ UDFന്റെ നിശ്ചയദാർഢ്യത്തിന്റെ തെളിവുകൂടിയാണ്. കഴിഞ്ഞ 3 പതിറ്റാണ്ടായി വിജയം UDFനൊപ്പമില്ല. അതുകൊണ്ട് തന്നെ ഇക്കുറി ഭരണം പിടിച്ച് മതിയാകൂ എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന പോരാട്ടത്തിന് വീറും വാശിയും ഏറെയാണ്. ഏറ്റവും കുറഞ്ഞത് 40 സീറ്റെങ്കിലും നേടിയാൽ മാത്രമേ അധികാരത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. 10-ൽ നിന്നും 40-ലെത്തുക എന്നത് വലിയ വെല്ലുവിളിയാണെന്ന് UDF നേതൃത്വത്തിനും നന്നായി അറിയാം. എന്നിട്ടും കൂസാതെ പ്രചരണ രംഗങ്ങളിൽ വലിയ മുന്നേറ്റം നടത്തി UDF നേതൃത്വം തിരുവനന്തപുരത്താകെ നിറഞ്ഞു നിൽക്കുന്നു. UDFന്റെ ആത്മവിശ്വാസത്തെ ശക്തമായ സ്ഥാനാർത്ഥി നിരകളാൽ തകർക്കാൻ കഴിയുമെന്ന പ്രതീക്ഷകളാണ് LDF മുന്നോട്ട് വയ്ക്കുന്നത്. ശബരിനാഥൻ ഉയർത്തുന്ന വെല്ലുവിളികളെ മുൻ MP A സമ്പത്തിനെ പോലെയുള്ള മുതിർന്ന നേതാക്കളെ രംഗത്തിറക്കി പ്രതിരോധിക്കാമെന്നാണ് LDF നേതൃത്വം കണക്കുകൂട്ടുന്നത്. നിലവിലെ മേയർ ആര്യ രാജേന്ദ്രൻ ഇക്കുറി കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലേക്കില്ല എന്നത് ഇതിനോടകം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആര്യ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയാകാനാണ് ഏറെ സാധ്യത. അതേ വിധത്തിൽ തന്നെ തിരുവനന്തപുരത്തുടനീളം വർദ്ധിച്ചുവരുന്ന BJPയുടെ ജനപിന്തുണയും കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ പ്രതിബിംബിക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് BJP കേന്ദ്രങ്ങൾക്കും ഉള്ളത്. രാജീവ് ചന്ദ്രശേഖർ നേരിട്ട് നയിക്കുന്ന തെരഞ്ഞെടുപ്പ് എന്ന സവിശേഷതയും ഇത്തവണത്തെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനുണ്ട്. 3 മുന്നണികളും അത്യധികം പ്രാധാന്യത്തോടെ കാണുകയും അഭിമാന പോരാട്ടത്തിന് കളങ്ങൾ ഒരുക്കുകയും ചെയ്യുന്ന തിരുവനന്തപുരത്തിന്റെ അടിയൊഴുക്കുകൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അത്യധികം പ്രാധാന്യത്തോടെയാണ് നോക്കിക്കാണുന്നത്. തിരുവനന്തപുരം ഇക്കുറിയും ഇടതുപക്ഷം നിലനിർത്തുമോ, അതോ കോൺഗ്രസോ BJPയോ കരുത്തു തെളിയിക്കുമോ? ഏവരും അത്യധികം ആകാംക്ഷയോടെയാണ് തിരുവനന്തപുരത്തെ രാഷ്ട്രീയ അന്തർനാടകങ്ങളെ ഉറ്റുനോക്കുന്നത്. സംസ്ഥാനത്തെ ഏറ്റവും വീറും വാശിയും നിറഞ്ഞ പോരാട്ടം അരങ്ങേറുന്ന ഇടമാണ് തിരുവനന്തപുരമെന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ തലസ്ഥാന നഗരി വിളംബരം ചെയ്തു കഴിഞ്ഞു.